ഇത്രയും നാളെ ഈ സദാശിവൻ അഭയം നൽകിയ ജയിൽ തറവാടേ ഞാൻ എന്നേക്കുമായി ഇവിടെ പറയുക. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് സദാശിവ നീ ഇവിടെ പറഞ്ഞു പോണത്? ഏറിയാൽ 2 ആഴ്ച, അതിനുള്ളിൽ നീ ഇവിടെ തിരിച്ചു വരും. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഈ സദാശിവൻ വിട പറയുകയാണ് കോടീശ്വരനാകാൻ, സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. വരട്ടെ, അനുഗ്രഹിക്കൂ. പോയി നന്നായി വാ സദാശിവ. സദാശിവ, ഞാൻ എടുത്തില്ല. വണ്ടി എടുക്ക. എങ്ങോട്ടാ? സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. മനസ്സിലായില്ല. പുത്തൂരം വീട്ടിലേക്ക് പോണോന്ന്. നമ്മളാരാ പുത്തൂര വീട്ടിലേക്ക്? തച്ചോളി ഉദയനൻ. അല്ല, കണ്ടാ തോന്നില്ല. കണ്ടാ തോന്നില്ല, പ്രവൃത്തി കാണുമ്പോ തോന്നുന്നു. വണ്ടി എടുക്ക. മോനെ സദാശിവ, എന്താ അമ്മേ? നീ എങ്ങോട്ടാ പോണേന്നറിയോ നിനക്ക്? പുത്തൂരം വീട്ടിലേക്ക്. നമ്മുടെ ലക്ഷ്യം നീ നിറവേറ്റണം. ആവശ്യമെന്ന് കണ്ടാൽ ഹീനമായ ഒരു കൊല നടത്താൻ വരെ തയ്യാറായിട്ടാണ് ഈ സദാശിവൻ വന്നിരിക്കുന്നത്. അമ്മേ, കൊലപാതകയാണോ? നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. വണ്ടി വിടറോ. എത്രയായി? 100 രൂപ. ആ, 200 രൂപ. മോനെ സദാശിവ, നീ ഇവിടെ വന്നത് എല്ലാവരും അറിയുന്നു. നീ ഇവിടെ ഒരു ഓളം സൃഷ്ടിക്കണം. അതെ അമ്മേ, ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടോ? അനധികൃതമായി അകത്ത് കിടക്കുന്നവർ അനുഭവിക്കും. അയ്യോ എന്താ ഇവിടെ? എന്താണ് ഇവിടെ? ഇയാൾ അനുവാദം ചോദിക്കാൻ അകത്ത് കിടന്നു. എടി, നീ ആ തോക്ക് കൊടുത്താടി. ഞാൻ ഇവനെ വെടിവെച്ച് കൊല്ലാം. ഇവന് അത്രയ്ക്കായോടാ. അയ്യോ അമ്മേ, ഞാനാ സദാശിവൻ. അയ്യോ, എന്റെ മോനെ, നീ എപ്പ ഇറങ്ങിയതാ? അല്ല, എപ്പ വന്നു? ഇപ്പൊ എന്റെ പൊന്നു മോനെ, വന്ന് വല്ലതും കഴിക്കടാ. നിന്നെ ഞാൻ വെടിവെച്ച് കൊന്നേനില്ലേ എന്റെ പൊന്നു? അയ്യോ. അമ്മായി, ഓ, അസത്തിന് തുടങ്ങി. വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശെ. അമ്മായി, എന്താ മോളെ? ആരാണ് അയാള്? എന്താ, അവൻ വല്ല വൃത്തിയോട് കാണിച്ചോ? അയാളുടെ ഒരു നോട്ടം കാണണം. മനുഷ്യന്റെ അവിടെ ഇവിടെയൊക്കെ അല്ലേ നോക്കണേ? എടി, അതൊക്കെ ഒരു സുഖല്ലടി മോളെ. എനിക്കൊന്നും ഇഷ്ടമല്ല. എന്റെ മോളെ, കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ കഴിച്ചില്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോവും മോളെ. എന്റെ മോനവൻ സദാശിവൻ കൊറേ കാലായിട്ട് അവൻ ദുബായിലായിരുന്നു. ദുർഗ പറഞ്ഞപ്പോഴാ ഞാൻ അവനെ കത്തയച്ചു വരുത്തിയത്. അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ അവനെത്തിയത്. മോളെ, 1,00,000 രൂപ ശമ്പളം കളഞ്ഞിട്ട് അവനിവിടെ എത്തിയിരിക്കണേ. ആ, മോൾക്ക് അവന് ഇഷ്ടപ്പെട്ടോ? അല്ല, ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ തന്നെ പറഞ്ഞേര്. ഞാൻ അവനെ പറഞ്ഞുവിടാ. എടാ സദാശിവ, എടാ സദാശിവ. വേണ്ട അമ്മായി. നീ എന്തിനാടാ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത്? ഒന്ന് നോക്കി, അത്രേ ഉള്ളൂ. ഈ ജാതി ഉരുപ്പടികളെ കണ്ട് എങ്ങനെ നോക്കാതിരിക്കുക? ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല. അമ്മയുടെ മോൻ ഇപ്പൊ ഡീസന്റാ. ഓ, എനിക്കറിയില്ല നിന്റെ ഡീസല്. നീ നോക്കണം, ഇനി നോക്കണം. അവളെയല്ല, അവളെ മൂത്തൊരുത്തിണ്ട്. അവളെ ദുർഗാദേവി. ആ, നിനക്ക് ഈ അമ്മ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തുതരാം. അവളാണ് ഈ വീടിന്റെ നെടുന്തൂണ്. എടാ, കോടിക്കണക്കിന് സ്വത്തുള്ള തറവാട ഇത്. ഇതെല്ലാം നമ്മുടെ പേരിലാക്കണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഇവിടത്തെ പെണ്ണുങ്ങൾ ആരും ഇതുവരെ കിട്ടിയിട്ടില്ല. മൂത്ത് നരയ്ക്കാൻ തുടങ്ങിയിട്ട് എന്താ പെണ്ണുങ്ങൾ ഇതുവരെ കെട്ടിക്കാതിരുന്നേ? അത് വലിയൊരു കഥയാണ്. ചുരുക്കി പറ. ഇക്കണ്ട സ്വത്തുക്കൾ ഈ പുത്തൂരൻ കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തേക്ക് പോകാതിരിക്കാൻ ഇവിടത്തെ കാരണവര്, അതായത് ദുർഗേര തന്ത, ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ട്. ഈ തറവാട്ടിലെ കുട്ടികൾ പുത്തൂരൻ തറവാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഈ സ്വത്തുക്കൾക്കൊന്നും
അവകാശം ഉണ്ടായിരിക്കില്ല എന്ന്. ആ അത് ശരി, ബെസ്റ്റ് തന്ത. തന്തമാരായ ഇങ്ങനെ വേണം. സദാശിവ, ഓ നിന്റെ ഭാഗ്യം തെളിഞ്ഞൊന്ന് കരുതിയാ മതി. അകന്ന ബന്ധത്തിൽപ്പെട്ടതാണെങ്കിലും ഈ തറവാട്ടിൽപ്പെട്ടതാണ് നീയും. ആണോ? നിനക്കടയി സ്വത്തുക്കൾ അനുഭവിക്കാൻ വിധി. ഏതാ ഈ വാദരോഗി? ഇതാണ് ഈ തറവാട്ടിലെ ഏക ആൺതരി ഉണ്ണിക്കുട്ടൻ. ടൗണിൽ കോളേജിൽ പഠിക്കും. എന്താണോ നോക്കി പല്ലിളിക്കുന്നത്? നല്ല അനുസരണയുള്ള ചെക്കൻ. തന്നെ ഞാൻ അനുസരണ പഠിപ്പിക്കാം. എടാ ഉണ്ണിക്കുട്ടാ, വേണ്ട പോ. വീണ്ടും കാണണം. ഇവന് നല്ലൊരു അഭ്യാസിയാക്കണമെന്ന് ആ ദുർഗയുടെ ആഗ്രഹം. ഈ പോക്ക് പോയ അത്യാസിയാകും. അവൻ ആരോ ആയിക്കോട്ടെ, നീ ദുർഗയുടെ നേരെ ഒരു കണ്ണു വെക്കണം. പക്ഷേ സൂക്ഷിക്കണം. എന്തിന്? നീ കണ്ടതുപോലെയൊന്നല്ല, അവളൊരാണ, ആരെയും വെല്ലുന്നവള്. പാതാരവിന്ദങ്ങളിൽ നമസ്കാരം. ആരാ? എന്താ വേണ്ടത്? എഴുന്നേക്കോ. എണീക്കില്ല മോനെ. ഉം. ഇതാണ് എന്റെ മോൻ. എന്താ പേര്? സദാശിവൻ ഫ്രം ദുബായ്. ദുബായിൽ എന്തായിരുന്നു ജോലി? ജയിലിലായിരുന്നു. ജയിലിലാ? ജയിലെന്ന് പറഞ്ഞാല് ജയിലിലെ ജയിലറായിരുന്നു. അതെ അതെ, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഇവന് ഭയങ്കര പേടിയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവൻ. അമ്മായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ നിർത്താമെന്ന് തീരുമാനിച്ചത്. ആഹാ. ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അറിയാലോ. യെസ് മാഡം. അനുസരണയോടെ നിൽക്കണം. യെസ് മാഡം. അനുസരണയുടെ കാര്യത്തില് ഇവനും പോമറയും പട്ടി ഒരുപോലെയാ. ഇവൻ മാത്രല്ല, ഇവന്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. ആരാണ് എന്റെ അച്ഛൻ? മിണ്ടാതിര കഴുത. അതിന് ചൂടാവുന്ന എന്തിന്? ഞാൻ അറിയാൻ ചോദിച്ചല്ലേ. വഴക്കൊന്നും വേണ്ട. അച്ഛൻ ആരെങ്കിലും ആയിക്കോട്ടെ. യെസ് മാഡം. എന്ത് പറഞ്ഞാലും യെസ് മാഡം ഒന്നും വേണ്ട. നോ മാഡം. അല്ല യെസ് മാഡം. എന്നാൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നോ മാഡം. ഏ? യെസ് മാഡം. ആ. എങ്ങനെയുണ്ട് അമ്മ എന്റെ പെർഫോമൻസ്? ഫാന്റാസ്റ്റിക്. അമ്മ ഇംഗ്ലീഷും പഠിച്ചോ? യെസ് മൈ സൺ. മാലയും കൈയിടുകടാ. കണ്ടല്ലേ? ഹലോ. ഞാൻ രാമഭദ്രനാ. നമ്മുടെ മുന്നിൽ ഏതോ ഒരുത്തം വന്ന് വഴക്കുണ്ടാക്കി. എന്നിട്ട് ഒരു കാര്യവും ഇല്ലാതെ അവൻ തൊഴിലാളികളെ മുഴുവൻ തല്ലി ചതച്ചു. ആരാണവൻ? അറിയില്ല മാഡം, അവരാരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. വാ തുറക്കാൻ അവൻ സമ്മതിച്ചില്ല. വന്ന ഉടനെ ഞങ്ങളെ അങ്ങ് തല്ലി ചതയ്ക്കായിരുന്നു. അതെ മാഡം, പോകാൻ നേരം നിന്റെ മാഡത്തിനോട് പോയി പറഞ്ഞേര്. ഒത്തിരി പഴയ കണക്കുകൾ തീർക്കാനുണ്ട്, ഞാൻ ഇനിയും വരും എന്നൊക്കെ പറയാൻ പറഞ്ഞു. ഇവിടെ മാത്രമല്ല, നമ്മുടെ ഷുഗർ മില്ലും എക്സ്പോർട്ടിംഗ് ഓഫീസിലും പോയി അവൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ ആരാ? എന്താണ് അവന്റെ ഉദ്ദേശം? അറിയില്ല, ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അവൻ ഇവിടെ ആരും അറിയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, അവൻ ഈ നാട്ടുകാരനല്ല. രാമഭദ്ര, അവനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ കിട്ടണം. യെസ് മാഡം. എടാ സദാശിവ, ഇവൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവനെ കണ്ടുപിടിച്ച് മാഡത്തിനെ എത്തിച്ചാൽ നിനക്ക് മാഡത്തിന്റെ പ്രീതി സമ്പാദിക്കാം. പക്ഷേ ആരാ ഈ മുതലാളി ഏത് ഗോഡൌണിലേക്ക് പോയാവോ? എടാ, പുറത്തിറങ്ങണ്ടെന്ന് വെച്ച് സമ്മതിക്കും. ആരാ ജനല് തുറന്ന്? ആരും കാറ്റായിരിക്കും. എല്ലാം ഞങ്ങളുടെ വിധിയാ. ഇപ്പൊ രാമേട്ട് ഇവിടുന്ന് പോകുന്നത് നല്ലത്. ആരെങ്കിലും കണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി ജീവിക്കാൻ പറ്റില്ല. രാമേട്ട വരൂ. കണ്ടോ? കണ്ടില്ല. രക്ഷപ്പെട്ട്. എടാ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കടാ. അമ്പടാ. ഇതിലില്ലേ? എടാ നിന്നെ കയ്യിൽ കിട്ടൂടാ. നീ എന്താ ഇവിടെ നിക്കണേ? എന്താ? എടാ, നമ്മുടെ വീട്ടിനകത്തൊരു കള്ളം കയറി. ആണോ? ആ, നീ എന്തെങ്കിലും ഒച്ച ബഹളം കേട്ടാ അപ്പ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. കവല നോക്കല്ലേ? അത് നോക്കിയോ നോക്കിയോ. ചെല്ലേ വെട്ടി അരിഞ്ഞ് ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. രണ്ടുപേര് പറഞ്ഞു. ആണോ? ഇനി ഒരാളും കൂടെ പറയാനുണ്ട്. എന്തിന് ഭയം? ഉജാലയുടെ മണം. നീ വേഗം പൊയ്ക്കോ. ഇവിടെ മുതലാളി ഇതിനകത്തുണ്ട്. മുതലാളിയെ ഞാൻ പറഞ്ഞു വിട്ടോളാം. നീ ചെല്ല്. കൊത്തി കൊത്തി അരിയിച്ചു. എന്താ? ഒന്നുമില്ല. എന്താ പിന്നെ പറയണ്ടേ?
ഒരു ഉം. ഓ ആ. അയ്യോ രാമൻകുട്ടി എന്തേ കാണിക്കണേ? ബോസ് ഒന്നും കാണിച്ചില്ലല്ലോ. ഇത് ചേച്ചിയുടെ സീറ്റാ. ചേച്ചി അല്ലാതെ ഇവിടെ ആരിയിരിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി കണ്ടാൽ എന്താ ഉണ്ടാവുന്നറിയോ? എന്താ മൂക്ക് കേട്ടു? ഇനി മുതൽ ഈ വീട്ടിൽ ആരെവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ രാമൻകുട്ടി തീരുമാനിക്കും, അല്ല ചേച്ചിയല്ല. എന്താ രാമൻകുട്ടി പറയണത്? മലയാളം, പച്ച മലയാളം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും? ചേച്ചി രാമേട്ടൻ അവിടെ ഇരുന്നോട്ടെ, ഇപ്പൊ വലിയ ചൂടില്ലല്ലോ. ചോറ് കിടന്നിക്കോട്ടെ. വെളുപ്പിക്കോ. നല്ല ടേസ്റ്റ് ഈ കറിക്ക്. താങ്ക് യു. ഇതാരുണ്ടാക്കിയതാണ്? അത് ഈ കുട്ടി ഉണ്ടാക്കിയതാ. ഈ കുട്ടി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാ. സെക്രട്ടറി കുറച്ചുകൂടെ വിളമ്പൂ. ആയിക്കോട്ടെ. ആ വിളമ്പൂ. എന്ത് വൃത്തിയാണ് നീ കാണിച്ചത്? അസത്തെ. കൂൾ ഡൗൺ മാഡം, കൂൾ ഡൗൺ. പാവം സർവന്റ്, ഒരു അബദ്ധം പറ്റിയതല്ലേ. ഇരിക്കി. മാഡത്തിന് ഞാൻ വിളമ്പി തരാം. പറഞ്ഞാ പോരെ, ഞാൻ വിളമ്പി തരൂല്ലേ? അയ്യോ നീ എന്തെന്നാ കാണിച്ചേ? എടാ നീ എന്താ വിചാരിച്ചേ? ഇതാരാന്നറിയുമോ? എന്റെ ഭാര്യയുടെ ചേച്ചിയാ. പോക്കറ്റിൽ കാണിക്കോ. ഞാൻ തല്ലും. നീ എന്നെ തല്ലുവല്ലേ? നീ എന്നെ തല്ലു. പോയി. മാഡം. സദാശിവ ഓ എന്താ ഇത്? നിന്നോട് ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഒക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ. ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇന്ന് എന്നെ കൈ കൊണ്ടടിച്ചു. എന്നിട്ട് ഈ വേഷം ഇടിവിച്ച് എന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. റാസ്കൽ. ചേച്ചി അവൻ എന്നെ തല്ലി. ആര്? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? രാമൻകുട്ടി സാറ്. ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി എന്തായി കാണിക്കുന്നത്? എന്നാലും മോളെ എനിക്ക് ഈ ഗതി വന്നില്ലേ. ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ലേ മോളെ. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ. എവിടെ അവൻ? രാമൻകുട്ടി. എന്താ ചേച്ചി എന്നെ വിളിച്ചോ? മാഡം വെയിലത്തുനിന്ന് വന്നല്ലേ, നല്ല ക്ഷീണം കാണും. യു വാണ്ട് ഫ്രൂട്ട്സ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്? കൊക്കോള, ഫാന്റ, മിറാണ്ട. രാമൻകുട്ടി എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചേച്ചി, ദുരുദ്ദേശം തന്നെ. ഈ പുത്തൂരൻ തറവാട് നശിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിന് നിനക്ക് കഴിയില്ല രാമൻകുട്ടി. അയ്യോ ചേച്ചി, നശിപ്പിക്കാനൊന്നും എനിക്ക് ഭാവമില്ല. പക്ഷേ ഞാൻ ഈ തറവാടിന്റെ നടുക്ക് ഒരു ചെറിയ കുളം കുഴി. ആ കുളം ഞങ്ങൾ വികസിപ്പിച്ച് വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആക്കും, ഇല്ലേ ബോസ്? എന്നിട്ട് ഞാൻ അവിടെ നീന്തി കുളിക്കും. അതീന്നാൽ നിനക്കിവിടെ വിലസാൻ കഴിയില്ല. അല്പായുസ നീ, അതുകൊണ്ടാ ഇങ്ങനെയുള്ള ദുർബുദ്ധിയൊക്കെ തോന്നുന്നത്. ഇവനോട് ആദ്യം സംസാരിക്കണം മാഡം. പിടിച്ച് വെളിയിൽ ഇറക്കി ചേട്ടേ. വേണ്ട, വിട്. അയ്യേ, കയ്യാങ്കളിക്ക് സമയം ആവട്ടെ. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും ആവശ്യമില്ലാതെ സംസാരിച്ചാലും. മാഡം, കണ്ടതല്ല കാണാൻ പോകുന്നത്. കാണാത്ത പലതും ഇനി കാണേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കൂർക്ക ചേച്ചി, ഛോ, ഇതെന്തൊരു ഗതികേടാണ് മാഡം. അവന്റെ ഭരണം വന്നതോടെ ഇപ്പൊ ഞാൻ കൂടി അവന്റെ തൊഴിലാളിയായി. ഞാനും. വിഷപ്പാമ്പിനെയാണ് മാഡം പാലൂട്ടി വളർത്തുന്നത്. ആ വിഷപ്പാമ്പിന്റെ വിഷം ചീറ്റിച്ച് വകയ്ക്ക് കൊള്ളാത്ത പാമ്പാക്കി മാറ്റാൻ ഈ സദാശിവന് കഴിയും. ഈ പുത്തൂരം വീട്ടിൽ നിന്ന് ഞാൻ അവരെ കെട്ടിക്കെട്ടിക്കും. വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. അക്കാര്യം എനിക്ക് വിട്ടേക്ക്. ഞാൻ പറയുന്ന പോലെ നാളെ നീ ചെയ്താ മതി. ഓക്കെ മാഡം. എക്സ്ക്യൂസ് മീ മാഡം, എന്താ വേണ്ടത്? ടെൽ മീ വാട്ട് യു വാണ്ട്. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ സെക്രട്ടറി, ബോസിന്റെ സെക്രട്ടറി. ഓക്കെ. വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ബോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചെയ്യാമയായിരിക്കും. ഇപ്പോ ടൈം 10:30. 10:30 to 11 ബോസിന്റെ റൊമാൻറ്റിക് ടൈമാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഇപ്പൊ ആരെയും അകത്ത് കടത്തിവിടാൻ പറ്റില്ല. ഡോണ്ട് ഡിസ്റ്റർബ് മീ. താങ്ക് യു.
മായ, ഇതിൽ 5 ലക്ഷം രൂപയുണ്ട്. ഫാക്ടറി തൊഴിലാളികൾക്ക് സാലറി കൊടുക്കേണ്ട തുകയാ. എനിക്ക് അത്യാവശ്യമായി ഒന്ന് എസ്റ്റേറ്റ് വരെ പോണം. മാനേജർ വരുമ്പോ നീ ഇത് കൊടുത്തേച്ചാ മതി. അതിനെന്താ ചേച്ചി, ഞാനിതെല്ലാം ഭദ്രമായിട്ട് സൂക്ഷിക്കൂല്ലേ. സത്യത്തില് ഇത് എന്റെ കൂടെ പണമല്ലേ ചേച്ചി. മായേ, ഞാൻ പോവാ. ഇപ്പൊ രാമേട്ടന് മനസ്സിലായില്ലേ എന്റെ ചേച്ചി ഒരു പാവാ? പിന്നെ ഭയങ്കര പാവല്ലേ. കളിയാക്കണ്ട. കളിയാക്കുമല്ലോ. എന്താടോ എന്താടോ എന്ത് എന്താണെന്ന് എന്താണ് എന്താണെന്ന് എന്താണ് അത് തന്നെ ചോദിച്ചത് എന്താണെന്ന്. എന്നാ പോ, നിങ്ങള് പോ, താൻ പോ. നിങ്ങള് പോ, പോണോ? പോകാം. ഈ പോക്കിൽ എന്തോ പന്തികേടുണ്ട്. കുളിക്കാറുണ്ടോ? കുളിച്ചോണ്ടിരുന്നോ? അയ്യോ. അല്ല, രണ്ടാളും കൂടി ഇത് എങ്ങോട്ട് പോവാ? ഞങ്ങൾ ഗുരുവായൂർക്ക് പോവാ. ക്ഷേത്രത്തിൽ ചേച്ചിയുടെ പേരില് രാമേട്ടന് ഒരു വഴിപാട് നടന്നിട്ടുണ്ടത്രേ. ചേച്ചിക്ക് നല്ല ബുദ്ധിയും ആരോഗ്യവും ദീർഘായുസും ഉണ്ടാകാനുള്ള ഒരു പ്രത്യേക വഴിപാടാ. അമ്മായേ, ഞാൻ ഇന്നലെ നിന്നെ ഏൽപ്പിച്ച ആ 5 ലക്ഷം രൂപയില്ലേ, അത് ഉടനെ വേണം. ഒരു അത്യാവശ്യ കാര്യത്തിന് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനാ. പോയി എടുത്തിട്ട് വാ. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ, ഇപ്പൊ എടുത്തോണ്ടിരാ. മായേ, പണം കാണുന്നില്ല. എന്തായി പറയുന്നേ? നല്ലോണം നോക്ക്. ഞാൻ എല്ലായിടും നോക്കി, എവിടെയും കാണുന്നില്ല. ഇതിലെന്തോ ചതിയുണ്ട്. എന്റെ ഈശ്വരാ. ചേച്ചി, ആ പണം കാണുന്നില്ല. കാണുന്നില്ലെന്നോ? നീ എന്തായി പറയുന്നേ? ഇന്നലെ രാമൻകുട്ടിയുടെ കയ്യിലല്ലേ മാഡം പണം കൊടുത്തത്? സത്യം പറ രാമൻകുട്ടി, ആ പണം എവിടെ? നിനക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ച പോരായിരുന്നു. ചേച്ചി, മിണ്ടി പോരുത്. ആ പണം നീ മോഷ്ടിച്ചതല്ലേ? കള്ളൻ. എന്റെ സ്വത്തുക്കൾ മോഹിച്ചല്ലേ നീ ഇവളെ വിവാഹം കഴിച്ചത്? ചതിക്കായിരുന്നു, നീ ഇവളെ ചതിക്കായിരുന്നു. ഈ നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങണം. ചേച്ചി, പുകഞ്ഞുകൊള്ളി പുറത്ത്. രാമഭദ്ര, പോലീസിനെ വിളിക്കേ. പോലീസിനെ വിളിക്കാൻ വരട്ടെ. എന്തിനും ഒരു തെളിവ് വേണമല്ലോ. കളവ് നടത്തിയത് ബോസ് ആണെന്നുള്ളതിന് എന്താ തെളിവ്? അത് തെളിയിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ. ഈ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് പരിശോധിക്കണം. കള്ളൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു ചെറിയ റിക്വസ്റ്റ്, കള്ളൻ ആരായാലും അവന്റെ കയ്യും കാലും തല്ലി ഓടിക്കണം. അതിലും നല്ലത് മുട്ടുസൂചി പ്രയോഗമാണ്. അതെന്ത് പ്രയോഗം? ഇതാരെ പറ്റിയാ? സത്യം പറ, ഇല്ലെങ്കിൽ എന്റെ പെട്ടിയാണ്. ഞാനിത് തുറക്കാൻ പോവാണ്. പണം ഇതിൽ കാണേണ്ടതായിരുന്നു, പക്ഷേ അത് എല്ലാവരും ശ്രദ്ധിക്കണം, ഇതാരുടെ പെട്ടിയാണ്? അതെന്റെ പെട്ടിയാ. ഞാനിത് തുറക്കാൻ പോവാണ്. മാഡം, 5 ലക്ഷം. മാഡം, അടിച്ചൊടിക്കവന്റെ കൈയും കാലും. എനിക്കൊന്നും തൊട്ടാ എല്ലാത്തിനും കൊന്നുകളയും ഞാൻ. കട്ടവനെ ഞാൻ കാണിച്ചുതരാം. എന്നൊന്നും ചെയ്യാതെ പണം മോഷ്ടിച്ച ഞാനാണ്. ദുർഗാ മാഡം പറഞ്ഞിട്ടാണ് ചെയ്തത്. സൂചിക്കാറ്റരുത്. ചേച്ചി ഏറ്റില്ലല്ലേ? ഏതായാലും ഈ വീട്ടിലെ എല്ലാ കാര്യവും നോക്കണ്ടോ ഞാനല്ലേ?
ആ പണം അതോ മൂട്ടിച്ച പണല്ലേ ചേച്ചി, അത് അവന്റെ ഇരുന്നോട്ടെ. ശ്യാമി, പണം സൂക്ഷിച്ചു വെച്ചോണം. അപ്പൊ ഞങ്ങൾ വേട്ട ചേച്ചി. മാഡം വേറൊരു പ്ലാൻ ഉണ്ട്. ഈ വഴിമുടക്കിയെ കൊണ്ട് തോറ്റു പണ്ടാറക്കാരൻ. നീ വാലടക്ക്, ബാക്കി ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞല്ലോടാ, പ്ലാൻ ഞാൻ പൊളിച്ചു തരാം. നിർത്ത് നിർത്താൻ എന്റെ തെമ്മാടുത്തരെ കാണിക്കുന്നേ. തെമ്മാടിത്തരോ? തെമ്മാടിത്തരം കാണിച്ചതേ നിങ്ങളെ പുന്നാരെ ആങ്ങ. അന്തിക്കൂട്ടിന് ആളെ ലക്ഷ്യം വന്നത് അടുക്കളക്കാരിയുടെ അടുത്ത്. ഇവനെയൊക്കെ പിടിച്ച് പെട്ടെന്ന് പെണ്ണ് കടിച്ചോ കേട്ടോ, അല്ലെ കുടുംബത്തിന് നാണക്കേടാ. ഇവനാ ഇവനെ എന്നെ തല്ലിക്കൊല്ല്. എന്റെ വിധി സ്വന്തം ഭാര്യയെ ഒരു കള്ളനെ പോലെ ഒന്ന് കാണുക. സത്യ ഇവളെന്റെ ഭാര്യ. ഇത് കണ്ടോ? അത് ശരി. എന്നിട്ട് എന്തിനാണ് ഇത്രയും കാലം നീ ഒളിച്ചു വെച്ചത്? ഇക്കാര്യം പുറത്തറിയിച്ച ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് ചേച്ചി പറഞ്ഞു. പലപ്പോഴും ഇവളെ കഷ്ടപ്പെടുത്താണ്ട് ഇവളെയും കൂട്ടി ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാൻ ശ്രമിച്ചതാ. പക്ഷെ ഇവള് സമ്മതിച്ചില്ല. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒളിച്ചും പാത്തുള്ള ജീവിതം ഒന്നും വേണ്ട. മേഡത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ച് സുഖമായിട്ട് ഒന്നിച്ച് ജീവിക്കും. കുട്ടിക്കടാ, കുഴപ്പമില്ല കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാരും അനുഗ്രഹിച്ചു. നോക്കി നിൽക്കാതെ അവളെ വിളിച്ച് മുറി പോടാ.